വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു സ്പെഷ്യൽ ആയിട്ടുള്ള വ്ളോഗാണ്. കുറച്ച് പേര് കമൻറ്റ് ചെയ്ത പോലെ ഇന്ന് ഞാൻ വിച്ചുവിൻ്റെ വീട്ടിലിരുന്നിട്ട് ഒരു ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. എത്രത്തോളം എത്തുമെന്ന് അറിയില്ല. കാരണം ഇപ്പം നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇന്നിപ്പോൾ ഡേറ്റ് ജനുവരി 31 ജനുവരി 9 നമ്മുടെ കല്യാണം. ഇതിൻ്റെ ഇടയിൽ എനിക്ക് ഡേ ഇൻ മൈ ലൈഫ് എടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ വീട്ടിലിരുന്നിട്ടില്ല. എപ്പോഴും പുറത്തും അതുപോലെ തന്നെ വിരുന്നും ട്രിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്നും എടുക്കാൻ പറ്റിയില്ല. പക്ഷേ ഇന്ന് എന്തായാലും ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇന്ന് വല്ല വിരുന്ന് പോവോ പുറത്തേക്ക് പോകുന്നതെന്ന് അറിയില്ല. സോ ഇന്നത്തെ വീഡിയോ ഡേ ഇൻ മൈ ലൈഫ് ആസ് എ വൈഫായിട്ടുള്ള ആദ്യത്തെ ഡേ ഇൻ മൈ ലൈഫാണ്. വിച്ചുവിൻ്റെ വീട്ടിലത്തെ ഫസ്റ്റ് ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് മുന്നേ എണീറ്റു ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രഷായി എന്നിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കേണ്ടത് കേട്ടോ. ആദ്യം തന്നെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടോ. ഡോറ് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്തിട്ടുണ്ട്. കാരണം വിച്ചു നല്ല ഉറക്കമാണ് കേട്ടോ. പിന്നെ ഞാൻ താഴെ പോയി നോക്കിയപ്പോൾ അമ്മയും അതുപോലെ തന്നെ അച്ഛനൊക്കെ ഇപ്പം എണീറ്റിട്ടുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു വാഷിംഗ് മെഷീനിൽ തുണി കൊണ്ടുപോയിടാമെന്ന് കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങളുടെ പുതിയ വാഷിംഗ് മെഷീനാണ്. പഴയ വാഷിംഗ് മെഷീൻ താഴത്ത് കൊണ്ടുവച്ചേക്കാണ് കേട്ടോ. പഴയത് ഫുൾ ഓട്ടോമാറ്റിക് അല്ല, ഇത് ഫുൾ ഓട്ടോമാറ്റിക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വാഷിംഗ് മെഷീനിൽ അങ്ങനെ തുണി ഇടുകയാണ് കേട്ടോ. ഞാനിപ്പോൾ ഡെയിലി ഒന്നും വാഷിംഗ് മെഷീനിൽ തുണി ഇടില്ല. ഒരു 1-2 ദിവസം കൂടുമ്പോഴാണ് തുണി ഇടാറുള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിക്വിഡും കാര്യങ്ങളൊക്കെ ഒഴിച്ചു. 2 ടൈപ്പുള്ള സംഭവം ഉണ്ട് കേട്ടോ. ലിക്വിഡ് ഒഴിക്കാനുള്ള ഒരു സ്പേസ് നമ്മൾ ഫസ്റ്റത്തേലാണ് എപ്പോഴും ഒഴിക്കാറുള്ളത്. ലിക്വിഡൊക്കെ ഒഴിച്ചു വാഷിംഗ് മെഷീൻ ഞാൻ ഓൺ ആക്കിയിട്ട്. അപ്പോൾ എത്ര ടൈം എന്നൊക്കെ കാണിച്ചപ്പോൾ ഏകദേശം ഒരു 50 minutes ടൈം കാണിച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ലോഡ് ഉണ്ടായിരുന്നു കേട്ടോ ഡ്രസ്സ്. തലേ ദിവസം നമ്മൾ എവിടെയോ പോയി വന്നിട്ട് കുറച്ചധികം ഡ്രസ്സ് നമുക്ക് വാഷ് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊരൊറ്റ ദിവസം തന്നെ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് മേലേക്ക് വന്നേക്കാണ് കേട്ടോ. നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഈ വീട്ടിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് നോക്കുമ്പോൾ കുറേ വീടൊന്നുമില്ല, ആകെ കുറച്ച് വീടുള്ളൂ ഇതിൻ്റെ പരിസരത്ത്. പിന്നെ കുറേ മരങ്ങളും തെങ്ങുകളൊക്കെയാണ് കേട്ടോ. പിന്നെ നല്ല വെയിലുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം ഞാൻ ടെറസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട്, ഇത് പതിവുള്ളതാണ് കേട്ടോ. എപ്പോൾ തുണി എടുക്കാൻ പോയാലും ഞാൻ ടെറസിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കും. മെയിനായിട്ട് ഞാൻ നോക്കണത് ഞാൻ ഇങ്ങനെ ഹാങ്ങറിലൊക്കെ ഇട്ട തുണി പറന്ന് പോയിട്ടുണ്ടോ എന്നാണ് കേട്ടോ. കാരണം നല്ല കാറ്റാണ്. മിക്കപ്പോഴും എൻ്റെ തുണി താഴെയാണ് കേട്ടോ കിട്ടാറുള്ളത് എനിക്ക്. അപ്പോൾ അതൊക്കെ ഞാൻ നോക്കി. അപ്പോൾ താഴെയൊന്നും പോയിട്ടില്ല. അപ്പോൾ ഉള്ള തുണിയൊക്കെ ഞാൻ ബാസ്ക്കറ്റിൽ തന്നെ എടുത്തിട്ടൊന്ന് കുടഞ്ഞിട്ട് പിന്നെ ഞാനൊന്ന് ഫ്രഷ് ആവാൻ പോയിട്ട് അങ്ങനെ ഒന്ന് ഫ്രഷായിട്ട് വന്നു. ഹെയർ വാഷ് ചെയ്തിട്ടില്ല കേട്ടോ. മേലൊക്കെ കഴുകി വന്നു. പിന്നെ ഞാൻ ആ കർട്ടൻ ബ്ലൈൻഡ്സൊക്കെ ഒന്ന് പൊക്കി വെച്ചു കേട്ടോ. കാരണം നല്ല വെളിച്ചമുണ്ട് അത് പൊക്കി വെച്ചിട്ടുണ്ടെങ്കിൽ. നല്ല ലൈറ്റാണ് കേട്ടോ റൂമിലേക്ക്. പിന്നെ അതിനുശേഷം എൻ്റെ ചെറിയൊരു സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യാനുള്ള പ്രൊഡക്റ്റ് ഇങ്ങനെ മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. അങ്ങനെ എന്താ ഫ്രഷായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഹെയർ വാഷ് ചെയ്തിട്ടില്ല കേട്ടോ. കാരണം നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ ഡെയിലി ഹെയർ വാഷ് ചെയ്യില്ല. വീക്കിലി ഒരു 3 അല്ലെങ്കിൽ 4 ടൈമാണ് ഹെയർ വാഷ് ചെയ്യേണ്ടത്. ഇന്നലെ ഓൾറെഡി ഹെയർ വാഷ് ചെയ്തു. പിന്നെ ഇന്ന് എന്തായാലും മേ ബി നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ പോകും. ഇവിടുന്ന് ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് ഇല്ല ഗുരുവായൂർ അമ്പലത്തേക്ക്. അത്രയും അടുത്താണ്, നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ പോകും. അപ്പോൾ വീണ്ടും ഹെയർ വാഷ് ചെയ്യണം. അപ്പോൾ ചിലപ്പോൾ ഇന്ന് മോർണിംഗ് ഹെയർ വാഷ് ചെയ്ത് വീണ്ടും ഈവനിങ് ഹെയർ വാഷ് ചെയ്യാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ ഹെയർ വാഷ് ചെയ്തില്ല. ജസ്റ്റ് ഒന്ന് മേലൊക്കെ കഴുകി വന്നു. ഇനി നമുക്ക് ചെറുതായിട്ടൊരു സ്കിൻ കെയർ ചെയ്ത് താഴത്തേക്ക് പോകാം. ഞാനിപ്പോൾ സ്കിൻ കെയർ ഒട്ടും സ്കിപ്പ് ചെയ്യുന്നില്ല. കാരണം എൻ്റെ സ്കിന്നിൽ അത്യാവശ്യം നല്ല രീതിക്ക് ഡാർക്ക് സ്പോട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കല്യാണത്തിന് ഒരു 2 മാസമല്ല, ഒരു 2-3 1 മാസം മുൻപായിട്ടാണ് ഇങ്ങനെ സ്കിന്നിലൊരു ഓരോന്നും ഇങ്ങനെ പൊന്തി തുടങ്ങിയത്. അപ്പോൾ ഇപ്പോഴും അതിൻ്റെ കുറച്ച് സാധനങ്ങൾ സ്കിന്നിൽ ഇരിക്കുന്നുണ്ട്. ഡോക്ടറൊക്കെ കൺസൾട്ട് ചെയ്തു, കോസ്മെറ്റോളജിയൊക്കെ കാണിച്ചു. അപ്പോൾ ചെറുതായിട്ട് സ്കിൻ കെയർ ചെയ്യാൻ പോകാൻ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ലിപ് ബാമാണ് അപ്ലൈ ചെയ്യുന്നത്. ഇവിടെ വന്നതിന് ശേഷം എനിക്ക് എൻ്റെ ലിപ്പും സ്കിന്നും ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്നുണ്ട്. കാരണം വിച്ചുവിന് പോളണ്ടിൽ -10 -13 ആണ്. സോ ആൾക്ക് തണുപ്പ് കുഴപ്പമില്ല. പക്ഷെ എനിക്ക് അങ്ങനെയല്ല, എനിക്ക് ഒട്ടും തണുപ്പ് പറ്റില്ല. എവിടെയാണെങ്കിൽ ആൾക്ക് ഭയങ്കര ചൂടാണെന്നൊക്കെ പറഞ്ഞിട്ട് ഫുൾ ടൈം AC ഇട്ടിരിക്കുന്നതാണ് ആളുടെ പണി. അത് 16 കേട്ടോ. എനിക്ക് തീരെയും പറ്റാറില്ല. ഞാൻ എൻ്റെ വീട്ടിൽ 24 ഇടുക. അതും ഒരു 10 to 15 minutes ഇട്ടതിന് ശേഷം ഞാൻ ഓഫാക്കും. ഇത് രാത്രി കിടക്കാൻ പറ്റിട്ട് രാവിലെ ഇരിക്കുമ്പോഴാണ് ഓഫാക്കുക. അതും 60 ഡിഗ്രി. അത് പിന്നെ ഒരു ഉറക്കം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അത് 24 ആക്കും കേട്ടോ. യെസ്. അപ്പോൾ സ്കിന്നൊക്കെ നല്ല രീതിയിൽ ഡ്രൈ ആയിട്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ ലിപ് ബാം അപ്ലൈ ചെയ്തു. ഇനി മോയ്സ്ചറൈസറാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത്. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് സെറ്റാഫിലിൻ്റെ ആണ് കേട്ടോ. ഇത് മോയ്സ്ചറൈസിങ് ക്രീമാണ്. ഡ്രൈ ടു നോർമൽ ആൻഡ് സെൻസിറ്റീവ് സ്കിന്നെ. ഇത് യൂസ് ചെയ്യാനുള്ള റീസൺ ഒന്നുമില്ല. സെറ്റാഫിൽ പ്രൊഡക്ട്സ് ഞാൻ ഇതുവരെ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചിട്ട് അങ്ങനെ വാങ്ങിയതാണ്. പിന്നെ ഇതിൻ്റെ തന്നെ സൺസ്ക്രീനും വാങ്ങിയിട്ടുണ്ട്. അത് വിച്ചുവിന് വാങ്ങിയതാണ് കേട്ടോ. പക്ഷേ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. വിച്ചു ഇപ്പോൾ എന്നേക്കാൾ സ്കിൻ കെയർ
കുറച്ച് കൂടുതലാണ്. കുറച്ചധികം പ്രൊഡക്ട്സ് വിച്ചു മേടിച്ചിട്ടുണ്ട് കേട്ടോ സ്കിന്നിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ വിച്ചു ഞാനൊക്കെ കൂടിയിട്ട് നമ്മളൊരു ഡോക്ടറെ കണ്ടു, ഒന്നല്ല 2-3 ഡോക്ടറെ കണ്ടു, കൺസൾട്ട് ചെയ്തു നമ്മുടെ സ്കിന്നിൻ്റെ പ്രോബ്ലം ഒക്കെ ആയിട്ട് കേട്ടോ. നമ്മുടെ സ്കിൻ കെയർ ഇപ്പോൾ ഭയങ്കര എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്കും വിച്ചുവിനും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നല്ല മോയ്സ്ചറൈസറാണ് കേട്ടോ. ഞാൻ ഇത്രയും കാലം യൂസ് ചെയ്ത പോൺസിൻ്റെ ആണ്. എനിക്ക് കമ്പാരിറ്റീവ്ലി ഈ മോയ്സ്ചറൈസർ ഇഷ്ടപ്പെട്ടു. പോൺസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് കുഴപ്പമില്ല, നല്ല മോയ്സ്ചറൈസറാണ്. കുറച്ചും കൂടി എനിക്ക് പോൺസിനേക്കാളും ഇഷ്ടപ്പെട്ട ഒരു മോയ്സ്ചറൈസറായിട്ട് ഇപ്പോൾ തോന്നുന്നത് സെറ്റാഫിലിൻ്റെ ആണ് കേട്ടോ. ഇത്രയും കാലം നമ്മളിത് മേടിക്കാൻ ഇതിൻ്റെ ഒരു പ്രൈസ് കാരണം തന്നെയാണ്, പക്ഷെ നല്ലതാണ്. നെക്സ്റ്റ് നമുക്ക് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാം. SPF 30 ആണ് കേട്ടോ. ഇതൊരു ലൈറ്റ് ജെൽ ഹൈ പ്രൊട്ടക്ഷൻ തന്നെ സൺസ്ക്രീൻ ആണ്. വളരെ കുറച്ചെടുത്താൽ മതിയാവും കേട്ടോ. കാരണം ഇത് അത്യാവശ്യം നല്ല എന്താ പറയുക ജെല്ലായ കാരണം അത്യാവശ്യം നല്ല പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. അതുപോലെ തന്നെ കുറേ ഉള്ള പോലെ തോന്നുന്നുട്ടോ കുറച്ചെടുത്താലോ. ഞാൻ എപ്പോഴും ഞാൻ കുറേ എടുക്കുന്നുണ്ട്, കുറേ വേസ്റ്റ് ആക്കും. ഞാനിത് കുറച്ചെടുക്കുന്നുള്ളൂ കേട്ടോ. ഹെയർ ഞാനൊന്ന് കെട്ടി വെച്ചു കേട്ടോ. താഴത്തേക്ക് പോകണം, കിച്ചണിലൊക്കെ പോകണം. അപ്പോൾ ഹെയർ ഒന്ന് കെട്ടി വെച്ചു. ഇനി നമുക്ക് സിന്ദൂരം തൊടാം. അതാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പുതിയതായിട്ട് തോന്നുന്നൊരു സംഭവം. അല്ലാണ്ട് ബാക്കിയൊക്കെ എല്ലാം നോർമലാണ്. പിന്നെ വീടും വേറെയാണ്. അത്രയുള്ളൂ. നോർമലി ഞാൻ വീട്ടിൽ നിൽക്കുമ്പോൾ ഇതുപോലത്തെ സംഭവമാണ് തൊടാറുള്ളത്. ലാക്മീൻ്റെ ആണ് കേട്ടോ. ഇത് ലാക്മിയുടെ ജുവൽ സിന്ദൂരാണ് തൊടാറുള്ളത്. അമ്പലത്തിലേക്കൊക്കെ പോകുമ്പോൾ ഞാൻ കൂടുതലും കുങ്കുമമാണ് കേട്ടോ വേറെ, പൗഡറായിട്ടുള്ള കുങ്കുമം. അപ്പോൾ ഇനി നമുക്ക് താഴെ പോകാം. താഴെ പോയപ്പോൾ ഇതാ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പരിപാടികളൊക്കെ അമ്മ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അമ്മ ഇതാ ചപ്പാത്തി പരത്തുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ചപ്പാത്തി ചുട്ട് കൊടുക്കുമായിരുന്നു. അമ്മ നല്ല സ്പീഡിലാണ് കേട്ടോ ചപ്പാത്തി പരത്തുന്നത്, ഭയങ്കര സ്പീഡായിരുന്നു കേട്ടോ. അപ്പോൾ വേഗം തന്നെ ചപ്പാത്തി ഞാൻ ചുട്ട് കൊടുത്തു. ഞങ്ങൾ എന്തോ സംസാരിച്ചിട്ടൊക്കെയാണ് കേട്ടോ ചുടുന്നത്. അതിനുശേഷം പിന്നെ എല്ലാവരും കൂടി ഇരുന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടോ. ഒരു പുഴുങ്ങിയ മുട്ടയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ, ബോയിൽഡ് എഗ്ഗും കൂടി ഉണ്ടായിരുന്നു, അതും കഴിച്ചു. അതിനുശേഷം പിന്നെ എൻ്റെ ക്യാമറമാൻ വന്നിട്ടുണ്ടായിരുന്നു വെഡ്ഡിങ്ങിന് ചെയ്തത്. അവർ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ലാപ്പിലേക്ക് കയറ്റാൻ വേണ്ടി വന്നതാണ് കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ ഉണങ്ങിയ തുണിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ ഞാനിങ്ങനെ ഓരോന്നായിട്ട് മടക്കി വെച്ചു കേട്ടോ. ഞാൻ ഈ ഒരു വീടിൻ്റെ ഹോം ടൂർ കുറേ പേര് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡേ ഇൻ മൈ ലൈഫും കുറേ പേര് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് ഡേ ഇൻ മൈ ലൈഫ് ഇപ്പം ഞാൻ ഷൂട്ട് ചെയ്തു. ഹോം ടൂർ കുറച്ചധികം ടൈം വേണം എനിക്ക് കേട്ടോ ഷൂട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അതാ ഞാൻ ഓരോ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചു. അതിനുശേഷം പിന്നെ ഉച്ചത്തെ ലഞ്ചിന് പ്രിപ്പറേഷൻ ആയിരുന്നു കേട്ടോ. ഇന്ന് ലഞ്ചിന് കറി ഉണ്ടാക്കണമെന്ന് ഞാനാണ് കേട്ടോ. ഇന്ന് സ്പെഷ്യലായിട്ട് ഞാൻ ചിക്കൻ സോസേജിൻ്റെ കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അമ്മയ്ക്ക് ഉള്ളിക്കറി ഉണ്ടാക്കാമെന്ന് കേട്ടോ. കാരണം അമ്മ വെജിറ്റേറിയൻ ആണ്. വെജിറ്റേറിയൻ മീൻസ് ചിക്കൻ കഴിക്കില്ല, ഫിഷ് വല്ലപ്പോഴും. അത് പ്യുവർ വെജിറ്റേറിയൻ എന്ന് പറയാൻ പറ്റില്ല, പകുതി വെജിറ്റേറിയൻ ആണ് അമ്മ. അപ്പോൾ അമ്മയ്ക്ക് ചിക്കൻ കഴിക്കാത്തതുകൊണ്ട് അമ്മയ്ക്ക് ഉള്ളിക്കറി വേറെ ഞാൻ സെപ്പറേറ്റ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ സോസേജ് ഫ്രൈ ചെയ്യുന്നുണ്ട്. സോസേജ് പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, കാരണം ഞാൻ പെട്ടെന്ന് തന്നെ അത് കുക്ക് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അമ്മ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്ന്. പിന്നെ ഞാൻ വേണ്ടെന്ന് പറഞ്ഞു, കാരണം ഞാനിങ്ങനെ കിച്ചണിൽ ഇങ്ങനെ പണിയെടുക്കുമ്പോൾ എനിക്ക് ഫ്രീ ആയിട്ട് പണിയെടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അമ്മേനെ അവിടെ റെസ്റ്റിനിരുത്തി. നമ്മൾ ചിക്കൻ സോസേജ് ആദ്യം ഫ്രൈ ചെയ്തിട്ടാണ് നമ്മൾ കറി വെച്ചത് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ചിക്കൻ സോസേജിൻ്റെ ഫൈനൽ ലുക്ക്. നല്ല ഭംഗി കേട്ടോ കാണാനായിട്ട്. കഴിക്കാനും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇവരൊക്കെ ഇത് ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്. സോ ഇവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ചിക്കൻ സോസേജ് കറിയും ഫ്രൈയും പിന്നെ നല്ല കട്ട തൈരൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കൂട്ടിയാണ്ട് ഉച്ചയ്ക്ക് ഒരു പിടി പിടിച്ചു കേട്ടോ. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ചധികം നേരം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ഉച്ചയ്ക്കും ചെറുതായിട്ട് റെസ്റ്റ് എടുക്കാറുണ്ട്. അപ്പോൾ ഞാനും ചുമ്മാ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. അതിനുശേഷം പിന്നെ മേലത്തെ ഫ്ലോർ മൊത്തം അടിച്ചു വാരിയായിരുന്നു കേട്ടോ. ഞങ്ങളുടെ റൂമും ഹരിക്കണ്ണൻ്റെ റൂമൊക്കെ ഒന്ന് അടിച്ചു വാരി. പിന്നെ കുറച്ച് നേരം ബാൽക്കണിയിൽ പോയി നിന്നിട്ട് അങ്ങോട്ട് പുറത്തേക്ക് നോക്കിയിരുന്നു കേട്ടോ. അപ്പുറത്താണെങ്കിൽ 2 പൂച്ചക്കുട്ടികളുണ്ട് കേട്ടോ. അപ്പോൾ അതിനെ നോക്കിയിരുന്നു. ഇവിടെ ബാൽക്കണിയിൽ ഇരിക്കാനൊക്കെ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചില സമയത്തൊക്കെ വന്ന് ഇവിടെ ഇരിക്കാറുണ്ട്. ചില സമയത്ത് ഞാൻ നൈറ്റാണ് കൂടുതലും വന്നിരിക്കുക കേട്ടോ. നല്ല വ്യൂ ആണ്, കാരണം ആരും ഉണ്ടാവില്ല, നല്ല തണുത്ത കാറ്റും മൂണിനൊക്കെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്നു. പിന്നെ ഞാൻ എന്തൊക്കെയോ ഒരു കാര്യമായിട്ട് ഇന്ന് ആലോചിക്കുന്നുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു താഴെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിക്കാമെന്ന്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ചോക്ലേറ്റ് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ. അപ്പോൾ ചോക്ലേറ്റ് എടുത്ത് കഴിച്ചു. ഇവിടെ ചോക്ലേറ്റ് ഫ്രിഡ്ജിൽ എപ്പോഴും ഉണ്ടാവും കേട്ടോ. വിച്ചു കൊടുക്കുന്ന ചോക്ലേറ്റ് ആയിട്ട് നമ്മൾ ഇടയ്ക്ക് മേടിക്കുന്ന ചോക്ലേറ്റ് ആയിട്ടൊക്കെ ഉണ്ടാവും. അമ്മയ്ക്കും എല്ലാവർക്കും ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ചോക്ലേറ്റ് കഴിച്ചു. ഇവിടെ വിച്ചും അമ്മയും അച്ഛനൊക്കെ ചായ കുടിക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചായ കുടിക്കാത്ത കാരണം ചോക്ലേറ്റ് മാത്രം ഇരുന്ന് കഴിച്ചു കേട്ടോ.
ഞാനേ ഒന്ന് വേഗം പോയിട്ട് റെഡി ആയിട്ട് വന്നോട്ടോ. നമ്മളൊരു ഇപ്പോൾ സമയം ഏകദേശം 6 മണി ആവാറായിട്ടുണ്ട്. ഒന്ന് പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ചായ കുടിച്ച് എന്തെങ്കിലുമൊക്കെ കഴിച്ച് കുറച്ചൊന്ന് കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ വേഗം പോയിട്ട് റെഡിയായി. ഡ്രസ്സൊന്ന് വേഗം ചേഞ്ച് ചെയ്തു. അതുപോലെ തന്നെ ഞാൻ കമ്മലിട്ടു, അതുപോലെ തന്നെ ഒരു വള ഇട്ടിട്ടുണ്ട്, പിന്നെ ലിപ്സ്റ്റിക് ഇട്ടു, മസ്കാര ഇട്ടു, അത്രയേ ഉള്ളൂ. പിന്നെ ഹെയർ ഞാൻ ഇതുപോലെ ഫ്രീ ഹെയർ ആക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഞാനാണ് സ്കൂട്ടി ഓടിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ മുടി കെട്ടി വെക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. യെസ്, അപ്പോൾ ഒന്ന് പോയിട്ട് പുറത്ത് പോയി. ഇതാണ് കേട്ടോ എൻ്റെ ഔട്ട്ഫിറ്റ്. ഇതൊരു ക്രോപ്പ് ടോപ്പും അതുപോലെ തന്നെ ഒരു നല്ല അത്യാവശ്യം നല്ല ഫ്ലെയർ ആയിട്ടുള്ളൊരു പലാസ പാൻറ്റാണ് കേട്ടോ. ഞാൻ ജ്വല്ലറി ഫുള്ള് ഗോൾഡാണ് പെയർ ചെയ്തേക്കുന്നത്, കാരണം എൻ്റെ മാല ഗോൾഡാണ്. അപ്പോൾ പിന്നെ കമ്മൽ സിൽവർ ആക്കി കഴിഞ്ഞാൽ ബോറായിരിക്കും. അതുകൊണ്ട് ഞാൻ കമ്മലും ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ളൊരു കമ്മൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ബാങ്കിളും. പിന്നെ ഇത് എൻ്റെ മുടിമ കെട്ടാനുള്ള ഒരു ബണ്ണാണ്. പിന്നെ ഓൾറെഡി കഴിച്ചതിനുണ്ട് കയ്യിൽ. അപ്പോൾ ഇതാണ് എൻ്റെ ലുക്ക്. സിമ്പിൾ ലുക്ക് കേട്ടോ, ഒന്നും ചെയ്തിട്ടില്ല കാര്യമായിട്ട്. ലിപ്സ്റ്റിക് ഇട്ടു, മസ്കാര ഇട്ടു, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഞങ്ങളൊന്ന് പുറത്ത് പോയിട്ട് വരാം. ഞാൻ ബാഗൊന്നും കൈ പിടിക്കുന്നില്ല. ചിലപ്പോൾ പിടിക്കും, ചിലപ്പോൾ പിടിക്കില്ല. ഇപ്പോൾ പിടിക്കാൻ തോന്നുന്നില്ല, ഇനിയിപ്പോൾ പിടിച്ചേക്കാം, അറിയില്ല. എന്തായാലും താഴെ പോയി നോക്കട്ടെ കേട്ടോ. അങ്ങനെ അതാ ഹെൽമെറ്റൊക്കെ വെച്ച് ഇറങ്ങിയിട്ടുണ്ട്. ഒരു ഹെൽമെറ്റ് ഉള്ളൂട്ടോ നമ്മുടെ അടുത്ത്. അത് തന്നെ ഞാൻ തന്നെ വെച്ച് ഞാൻ തന്നെ ഡ്രൈവ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. വെച്ച് ബാക്കിലിരിക്കാമെന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്താണ് നമ്മുടെ കഫേ അടിച്ച് വരുന്നത്. ഒരു കഫേയാണ് കേട്ടോ, അത് ഗുരുവായൂരുള്ളത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്നൊരു 2 മിനിറ്റ് 3 മിനിറ്റ് ഇല്ല. അപ്പോൾ അതിന് പോയിട്ട് തന്നെ നമ്മൾ ലോട്ടസ് ബിസ്കോഫിൻ്റെ കേക്ക് പറഞ്ഞു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്, എനിക്കും വിച്ചുവിനും ഭയങ്കര ഇഷ്ടമുള്ളൊരു കേക്കാണ്. അപ്പോൾ അത് പറഞ്ഞു. നമ്മളിടയ്ക്ക് ഇതുപോലെ ഈവനിങ് പുറത്തേക്ക് ഇറങ്ങാറുണ്ട് കേട്ടോ. ഒന്നെങ്കിൽ എനിക്ക് എൻ്റെ കളരി ക്ലാസ് ആയിട്ട്, അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും കഴിക്കാനോ എന്തെങ്കിലും കുടിക്കാനൊക്കെ ആയിട്ട് നമ്മൾ ഇറങ്ങാറുണ്ട്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടിയായിട്ട് നമ്മൾ ഈവനിങ് ഇറങ്ങും കേട്ടോ, ഗുരുവായൂരമ്പലത്തിൽ പോകാനൊക്കെ ആയിട്ട്. അപ്പോൾ ഇന്ന് ഇറങ്ങിയത് ഇപ്പോൾ കഫേ പോയിട്ട് ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഞങ്ങൾ സ്ഥിരം റിലേഷൻഷിപ്പിലായ സമയത്ത് വന്നിരുന്നൊരു കഫേയാണ് കേട്ടോ, കഫേ അഡിക്റ്റ്. അപ്പോൾ ആദ്യം അത് കഴിച്ചു. പിന്നെ എൻ്റെ മൊയ്റ്റോ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എപ്പോഴും സ്ഥിരം ഞാൻ പറയുന്ന മൊയ്റ്റോ ആണ്, പാഷൻ ഫ്രൂട്ടിൻ്റെ മൊഹിറ്റോ കേട്ടോ. മൊജിറ്റോ എന്തായാലും ആവട്ടെ. പിന്നെ വിച്ചുവിൻ്റെ ഫേവറേറ്റ് ഇവിടുത്തെ സാലഡ്. ആദ്യം എനിക്കിതൊന്നും ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല കേട്ടോ. ഈ സാലഡ് കാണുമ്പോൾ തന്നെ എനിക്ക് എന്തോ പോലെയായിരുന്നു. പിന്നെ കഴിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഒരു ടൈം ഞങ്ങൾ 2 പേരും സാലഡ് മാത്രമേ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഇന്ന് ഞാൻ സാലഡ് ഓർഡർ ചെയ്തത്, ഓൾറെഡി സാലഡ് ഓർഡർ ചെയ്തിട്ടുണ്ടല്ലോ വിച്ചു. സോ എന്തായാലും എനിക്കതൊന്ന് 2-3 ടേബിൾ സ്പൂൺ കിട്ടും. അപ്പോൾ പിന്നെ ഞാൻ വേറെ എന്തെങ്കിലും ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ പാസ്ത ഓർഡർ ചെയ്തു കേട്ടോ. ഇത് നല്ല അടിപൊളി ക്രീമി ആയിട്ടുള്ള പാസ്തയാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ സ്പൂൺ വെച്ചപ്പോൾ തന്നെ എൻ്റെ നാവ് നല്ല രീതിക്ക് പൊള്ളി കേട്ടോ. അപ്പം തന്നെ വെച്ച് പണ്ണതാണ്, ഇപ്പോൾ കഴിക്കേണ്ട നല്ല ചൂടുണ്ടെന്ന്. പക്ഷെ ഞാൻ എൻ്റെ ആക്രാന്തത്തിൽ ഒരു സ്പൂൺ വേഗം വായിലിട്ടതാണ്, പക്ഷെ നല്ല പൊള്ളി. പിന്നെ ഞാൻ മെല്ലെ മെല്ലെ ഊതി കഴിച്ചു കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അത്. വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. വീട്ടിലെത്തിയ ഉടനെ തന്നെ വേഗം പോയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കുളിച്ചു, തലയൊക്കെ വാഷ് ചെയ്ത് വന്നു, ഡ്രസ്സ് മാറി കേട്ടോ. നമ്മൾ രാവിലെ പറഞ്ഞ പോലെ ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോകാൻ വിചാരിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ എല്ലാവരും പോയിട്ട് ഫ്രഷ് ആവാൻ നിൽക്കുകയാണ്. ഞാൻ എന്തായാലും വേഗം പോയിട്ട് ഫ്രഷ് ആവുമെന്ന്. എനിക്ക് എൻ്റെ മുടി ഉണക്കാൻ കുറച്ച് പാടാണ്. ഇവിടെ നമ്മുടെ മറ്റേ ഫാനൊന്നുമില്ല. അതുപോലെ തന്നെ ഹെയർ ഡ്രയർ ഞാൻ കൊണ്ടുവന്നിട്ടില്ല, സ്ട്രെയിറ്റ്നർ മാത്രമേ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളൂ. അത് ഞാൻ യൂസ് ചെയ്യുന്നേ ഇല്ല കേട്ടോ. നെക്സ്റ്റ് ടൈം വീട്ടിൽ പോകുമ്പോൾ എന്തായാലും ഹെയർ ഡ്രയർ കൊണ്ടുവരണം. യെസ്, അപ്പോൾ നിങ്ങളായിരിക്കും കുറേ ദൂരം ഉണ്ടെന്ന് എൻ്റെ വീട്ടിലേക്ക്. വെറും ഒരു 10-15 മിനിറ്റേ ഉള്ളൂ എൻ്റെ വീട്ടിലേക്ക് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട്, പക്ഷേ ഇതൊക്കെ മറക്കുകയാണ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഞാനൊരു ഇന്ന് നേരത്തെ ഇട്ട കമ്മൽ തന്നെയാണ് കേട്ടോ. കമ്മലൊന്നും മാറ്റിയില്ല, ലിപ്സ്റ്റിക്കൊക്കെ മാറ്റി, ഫേസ് വാഷ് ചെയ്തപ്പോൾ അതൊക്കെ പോയിട്ടോ. അപ്പം ഞാൻ കണ്ണെഴുതി ലിപ്സ്റ്റിക്ക് ഇട്ടു, പൊട്ട് വെച്ചു, അത്രയേ ഉള്ളൂ. സിന്ദൂരം തൊട്ട് ഞാനൊരു ലാവൻഡർ കളറ് ഒരു എന്താ പറയുക ഒരു ഉടുപ്പാണ് ഇട്ടേക്കുന്നത് കേട്ടോ. നല്ല അടിപൊളി ഉടുപ്പാണ്. ഇതിൻ്റെ സ്ലീവ് ഇത്ര ഉണ്ടായിരുന്നു, അത് ഞാൻ കട്ട് ചെയ്തിട്ട് ഇത്രയാക്കി. യെസ്, ഒരു കോട്ടൻ്റെ ഉടുപ്പാണ്. വിച്ചു ഇതാ കുളിക്കാൻ കയറിയിട്ടുണ്ട്. ഇനി കുളിച്ച് കഴിഞ്ഞിട്ട് വരണം, എന്നിട്ട് നമ്മൾ ഇറങ്ങുള്ളൂ കേട്ടോ.
അങ്ങനെ ഞാൻ കുളിച്ച് താഴെ വന്നപ്പോൾ ഇവിടെ എല്ലാവരും റെഡി ആയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഞാനും അമ്മയും ഇച്ചും മാത്രമാണ് കേട്ടോ പോണത്. അച്ഛനില്ല എന്ന് പറഞ്ഞു, ഹരിക്കുട്ടനില്ല എന്ന് പറഞ്ഞു. സോ നമ്മൾ മൂന്നാളും കൂടിയിട്ടാണ് കേട്ടോ പോണത്. ഇവിടെ ഞാനിങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് വിച്ചനെ ഇങ്ങനെ കിക്കിളിയാക്കാനായിട്ട്. വിച്ചന് നന്നായിട്ട് അറിയാം എനിക്ക് കിക്കിളിയാക്കാൻ ഒട്ടും പറ്റില്ല എന്ന്. അത്രയും എനിക്ക് ഭയങ്കര എന്താ പറയുക, ഇങ്ങനെ ചിരിച്ചുകൊണ്ടേ ഇരിക്കും കുറേ നേരം കേട്ടോ. അപ്പോൾ അത് അതിനിടയിൽ കിക്കിളിയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എനിക്ക് മാറി, ഞാൻ അവനെ ഡിസ്റ്റർബ് ചെയ്തില്ല, ഞങ്ങൾ മാറി നിന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോഴേക്കും ഇത് അമ്മയൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മളപ്പോൾ അങ്ങനെ കാറിലാണ് കേട്ടോ പോകണം ഗുരുവായൂർ അമ്പലത്തിലേക്ക്. അപ്പോൾ വിച്ചു ഡ്രൈവ് ചെയ്യാമെന്ന് പറഞ്ഞു. ഇപ്പോൾ പിന്നെ മൂന്നാളും ഡ്രൈവ് ചെയ്യണ കാരണം ഭയങ്കര സുഖമാണ് കേട്ടോ. എവിടെയും പോവുകയാണെന്നുണ്ടെങ്കിൽ മാറി മാറി നമുക്ക് ഡ്രൈവ് ചെയ്യാം. പക്ഷെ നമ്മളങ്ങനെ ലോങ് ഒന്നും പോയിട്ടില്ല കേട്ടോ ഇതുവരെ. എല്ലാം അടുത്തേക്കാണ് പോയേക്കുന്നത്. അങ്ങനെ നമ്മൾ ആ പുതിയ ഗോപുരത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. കുറച്ചധികം തിരക്കുണ്ടായിരുന്നു. പാർക്കിംഗ് നമുക്ക് എളുപ്പമായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞിട്ടാണ് നമുക്ക് പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടിയത് കേട്ടോ. നല്ല സുഖമായിട്ട് തന്നെ തൊഴാൻ പറ്റി. ഫോൺ നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, കാറിൽ വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. നമുക്ക് നല്ല രീതിക്ക് തന്നെ ശീവേലിയൊക്കെ തൊഴാൻ പറ്റിയിട്ട്. ഞാൻ കുറേ കാലമായി ശീവേലിയൊക്കെ തൊഴുതിട്ട്. ആനകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആനേനൊക്കെ കണ്ടു, ഗുരുവായൂരപ്പനൊക്കെ കണ്ടു, നല്ല സുഖമായിട്ട് പ്രാർത്ഥിച്ച് അവിടെ നിന്ന് പോകുന്നു കേട്ടോ. അങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഡിന്നറൊന്നും കഴിക്കാൻ നിന്നില്ല കേട്ടോ, കാരണം അത്യാവശ്യം വയറ് ഫുള്ളായിരുന്നു. കഫേയിൽ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട്. വിച്ചും കഴിച്ചില്ല തോന്നുന്നുണ്ട് കേട്ടോ, കാരണം ഞാൻ നേരത്തെ കിടന്ന് ഉറങ്ങി. എനിക്ക് ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു, കാലുളുക്കിയിട്ട് കേട്ടോ. വേദന കാരണം നേരത്തെ കിടന്ന് ഉറങ്ങി. പിന്നെ മേക്കപ്പൊക്കെ കളഞ്ഞ് റിമൂവ് ചെയ്ത് ഡ്രസ്സൊക്കെ മാറിയിട്ട് കിടന്നുറങ്ങണം. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇത്രയേ ഉള്ളൂ. ഡേ ഇൻ മൈ ലൈഫ് ചോദിച്ചവർക്കുള്ള വീഡിയോ ആണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ, ലവ് യു ഓൾ.